ഹായ്, രണ്ടാം സെമസ്റ്റർ BA ഓണേഴ്സ് ലാംഗ്വേജസ് ആൻഡ് ലിറ്ററേച്ചേഴ്സ് വിദ്യാർത്ഥികളുടെ AEC3 ടെക്സ്റ്റ് ബുക്കിലെ മൂന്നാമത്തെ ലെസൺ എ ലവ് ലെറ്റർ ടു മോം ബൈ രാജശേഖർ മാമിദന്ന. ഈ പാഠത്തിന്റെ ഒരു ചെറിയ സമറി നമുക്കൊന്ന് പരിശോധിക്കാം ഈ വീഡിയോയിൽ. ഇതാ, ഹിയർ ഈസ് ദ സമറി. രാജശേഖർ മാമിദന്ന is a stand-up comedian known for his storytelling style. കഥ പറയുന്ന പ്രത്യേക രീതി, അതായത് ശൈലി, അതിന് പേരുകേട്ട ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയനാണ് നമ്മുടെ രാജശേഖർ മാമിദന്ന. ഈ സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറഞ്ഞാൽ ലൈവ് ഓഡിയൻസിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന, ആളുകളെ രസിപ്പിക്കാനും ചിരിപ്പിക്കാനുമുള്ള ഒരുതരം കോമഡി ഷോ ആണ്. അത്തരം ആളുകളെയാണ് സ്റ്റാൻഡപ്പ് കൊമേഡിയൻ എന്ന് പറയുന്നത്. He hails from Hyderabad, India. നമ്മുടെ രാജശേഖർ മാമിദന്ന ഹൈദരാബാദ് സ്വദേശിയാണ്. He combines humor and emotions in his performances, making his audience laugh and reflect. തന്റെ കോമഡി ഷോകളിൽ അദ്ദേഹം നർമ്മവും വികാരങ്ങളും കോർത്തിണക്കുന്നു. അങ്ങനെ അദ്ദേഹം പ്രേക്ഷകരെ ചിരിപ്പിക്കുകയും ഒരേ സമയം ചിന്തിപ്പിക്കുകയും ചെയ്യുന്നു. A Love Letter to Mom by Rajashekhar Mamidanna is a funny and emotional stand-up show. രാജശേഖർ മാമിദന്നയുടെ അമ്മയ്ക്ക് ഒരു പ്രണയലേഖനം വളരെ രസകരവും വൈകാരികവുമായ ഒരു ഷോയാണ്. ഇറ്റ് എക്സ്പ്ലോർസ് ദ യുണീക്ക് ബോണ്ട് ബിറ്റ്വീൻ എ മദർ ആൻഡ് ഹെർ ചൈൽഡ്. ഒരമ്മയും അവരുടെ കുഞ്ഞും തമ്മിലുള്ള അതുല്യമായ ബന്ധത്തെക്കുറിച്ചുള്ള ഒരു അന്വേഷണമാണ് ഈ ഷോയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. രാജശേഖർ ഷെയർസ് സിമ്പിൾ പേഴ്സണൽ സ്റ്റോറീസ് ഫ്രം ഹിസ് ലൈഫ്. തന്റെ ജീവിതത്തിലെ ലളിതവും സ്വകാര്യവുമായ കഥകൾ ഓഡിയൻസുമായി പങ്കുവെക്കുന്നു നമ്മുടെ രാജശേഖർ. ഹി ടോക്സ് അബൌട്ട് സ്കൂൾ മെമ്മറീസ് ആൻഡ് ഹിസ് മദേഴ്സ് കുക്കിംഗ്. അയാൾ തന്റെ സ്കൂൾ വിദ്യാഭ്യാസ കാലത്തെ ഓർമ്മകളെക്കുറിച്ചും അമ്മയുടെ പാചക രീതികളെക്കുറിച്ചും നന്നായി സംസാരിക്കുന്നു. ഹി ഓൾസോ റിഫ്ലെക്ട്സ് ഓൺ her sacrifices and wisdom. തന്റെ അമ്മയുടെ ത്യാഗത്തെയും ബുദ്ധിയെപ്പറ്റിയും അദ്ദേഹം ഉറക്കെ ചിന്തിക്കുന്നു. The show mixes humor with heartfelt moments. നർമ്മവും ഹൃദയസ്പർശിയായ നിമിഷങ്ങളും ഇടകലർത്തിയാണ് ഈ ഷോയുടെ അവതരണം തന്നെ. It reminds everyone of their own mothers and their love. ഇത് ഓരോരുത്തരെയും അവരുടെ സ്വന്തം അമ്മമാരെ പറ്റിയും അവരുടെ സ്നേഹത്തെപ്പറ്റിയും ഓർമ്മിപ്പിക്കുന്നു. The performance is relatable and touching. മറ്റുള്ളവരോട് പറഞ്ഞു കേൾപ്പിക്കാൻ പറ്റിയ ഹൃദയസ്പർശിയായ ഒരു സംഗതിയാണ് ഈ ഷോയും അദ്ദേഹത്തിന്റെ പ്രകടനവും. It is a tribute to all mothers and their important role in our lives. എല്ലാ അമ്മമാർക്കും നമ്മുടെ ജീവിതത്തിൽ അവർക്കുള്ള പ്രധാന പങ്കിനും ആദരവ് അർപ്പിച്ചുകൊണ്ടുള്ള ഒരു നല്ല പരിപാടിയാണ് ഇത്. In A Love Letter to Mom, Rajashekhar Mamidanna shares several stories about his mother that are both humorous and touching. അമ്മയ്ക്കുള്ള ഒരു പ്രണയലേഖനം എന്ന ഈ സ്റ്റാൻഡപ്പ് ഷോയിൽ നമ്മുടെ രാജശേഖർ മാമിദന്ന തന്റെ അമ്മയെക്കുറിച്ചുള്ള നിരവധി കഥകൾ പങ്കുവയ്ക്കുന്നു. ആ കഥകളൊക്കെ തന്നെയും നർമ്മം കലർന്നതും ഹൃദയസ്പർശിയുമാണ്. These include number 1, school and discipline. ഈ കഥകളിൽ ഒന്നാമത്തത് ഇതാ, സ്കൂളും അതിന്റെ അച്ചടക്കവും. രാജശേഖർ ടോക്സ് അബൌട്ട് ഹൗ ഹിസ് മദർ മാനേജ്ഡ് ഹിസ് എഡ്യൂക്കേഷൻ. തന്റെ വിദ്യാഭ്യാസം അമ്മ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്നതിനെക്കുറിച്ച് രാജശേഖർ പറയുന്നു. He also tells us about her methods of discipline and the unique ways she motivated him to study. ആ അമ്മയുടെ അച്ചടക്കത്തിന്റെ രീതികളെക്കുറിച്ചും അവർ അവനെ പഠിക്കാൻ പ്രേരിപ്പിച്ച അനുപമമായ വഴികളെക്കുറിച്ചും അദ്ദേഹം നമ്മോട് പറയുന്നു. These anecdotes highlight the struggles of parenting. ഈ കഥകൾ മാതാപിതാക്കളുടെ കഷ്ടപ്പാടുകളെ പ്രത്യേകം എടുത്തു കാണിക്കുന്നു. They also depict the universal challenges of growing up under a mother's watchful eye. ഒരമ്മയുടെ നിരീക്ഷണത്തിൽ വളരുന്നതിന്റെ ലോകമെമ്പാടും കണ്ടുവരുന്ന വെല്ലുവിളികളും ഈ കഥകൾ വളരെ ഭംഗിയായി ചിത്രീകരിക്കുന്നു. നമ്പർ 2, ഫുഡ് ആൻഡ് കെയർ. രണ്ടാമത്തത് ഭക്ഷണവും പരിചരണവും. ഹി റീകലക്ട്സ് അബൌട്ട് ഹിസ് മദേഴ്സ് കുക്കിംഗ്. നമ്മുടെ രാജശേഖർ തന്റെ അമ്മയുടെ പാചകത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ അയവിറക്കുന്നു.
he describes the love and effort she put into preparing meals for the family. കുടുംബത്തിന് ഭക്ഷണം തയ്യാറാക്കാൻ വേണ്ടി അവർ നൽകുന്ന സ്നേഹവും ചെയ്യുന്ന പരിശ്രമവും അദ്ദേഹം വിവരിക്കുന്നു. These stories resonate with many as they reflect the universal role of food in family bonding. കുടുംബ ബന്ധങ്ങൾ സുദൃഢമാക്കുന്നതിൽ ഭക്ഷണം വഹിക്കുന്ന സാർവത്രിക പങ്ക് പ്രതിഫലിപ്പിക്കുന്നതിനാൽ ഈ കഥകൾ പലരിലും നല്ല പ്രതിധ്വനി ഉണ്ടാക്കുന്നുണ്ട്. നമ്പർ 3, സാക്രിഫൈസസ് ആൻഡ് സപ്പോർട്ട്. മൂന്നാമത്തത് ത്യാഗങ്ങളും പിന്തുണയും. രാജശേഖർ emphasizes his mother's sacrifices. തൻ്റെ അമ്മയുടെ ത്യാഗങ്ങൾ അദ്ദേഹം ഊന്നി പറയുന്നു. He tells how she supported him through various stages of life. ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ അദ്ദേഹത്തിന്റെ അമ്മ അവനെ പിന്തുണച്ചത് എങ്ങനെയെന്ന് അയാൾ പറയുന്നു. She often put his needs before her own. പലപ്പോഴും അവന്റെ ആവശ്യങ്ങൾക്ക് ആ അമ്മയുടെ സ്വന്തം ആവശ്യങ്ങളെക്കാൾ അവർ മുൻഗണന കൊടുത്തു. These reflections are both heartfelt and profound. ഈ ചിന്തകൾ വളരെ ഹൃദയസ്പർശിയായതും ആഴമേറിയതുമാണ്. They showcase the depth of a mother's love. ഒരു അമ്മയുടെ സ്നേഹത്തിന്റെ ആഴമാണ് ഈ ചിന്തകൾ നമുക്ക് കാണിച്ചു തരുന്നത്. നമ്പർ 4, കൾച്ചറൽ ട്രഡീഷൻസ്. നാലാമത്തത് സാംസ്കാരിക പാരമ്പര്യങ്ങളെക്കുറിച്ചാണ്. He humorously narrates incidents where his mother adhered to traditional practices. തന്റെ അമ്മ പരമ്പരാഗത ആചാരങ്ങൾ മുറുകെ പിടിച്ച സംഭവങ്ങൾ അദ്ദേഹം അല്പം തമാശ കലർത്തി വിവരിക്കുന്നു. Sometimes they led to amusing misunderstandings. ചിലപ്പോൾ ആ സംഭവങ്ങൾ വളരെ രസകരമായ തെറ്റിദ്ധാരണകളിലേക്ക് നയിച്ചതായും കാണാം. These stories offer a glimpse into the cultural aspects of family life. ഈ കഥകൾ കുടുംബ ജീവിതത്തിന്റെ സാംസ്കാരിക വശങ്ങളിലേക്ക് ഒരു ചെറിയ എത്തിനോട്ടം നൽകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. The blend of humor and emotion in these stories makes them deeply relatable. ഈ കഥകളിലെ നർമ്മത്തിന്റെയും വികാരത്തിന്റെയും സമന്വയം നല്ല ആകർഷകമായ രീതിയിൽ മറ്റുള്ളവരോട് പറഞ്ഞു കേൾപ്പിക്കാൻ പാകത്തിൽ വളരെ ആകർഷകമാക്കുന്നു. ഇതാണ് ഒരു സമ്മറി. Thank you for watching this video. I'll see you soon with another video. Until then, bye bye.